പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു.പി. സ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നതിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉഴുത വയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുറിച്യർ കലാപം. മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സിഗുറാത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വൈക്കം സത്യാഗ്രഹം. സാമൂഹിക പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആത്മവിദ്യാ സംഘം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉൾപ്പെടാത്തത്. എന്നാൽ അതിൽ ഉൾപ്പെടുന്നവയാണ്: ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബനാറസ് ഹിന്ദു സർവകലാശാല. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദിവാൻ സർ സി.പി. രാമസ്വാമി അയ്യർ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഗ്നി 5. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൃഷ്ണ. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൊങ്കൺ സമതലം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ എന്നതാണ് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത്. എന്നാൽ ഉൾപ്പെടുന്നവയാണ്: അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, സർവ്വ സൈന്യാധിപൻ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഔപചാരിക ബന്ധം. അതാണ് ഉൾപ്പെടാത്തത്. എന്നാൽ ഉയർന്ന സംഘബോധം, ചെറിയ സംഘം, നിരന്തരമായ ആശയവിനിമയം, ഇത് 3 സാമൂഹിക സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ഇത് 2ഉമാണ് റിസർവ് ബാങ്കിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഒഡീഷ. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദൂരം. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ്? ഓപ്ഷൻ സി ആണ്, വിസ്കോസിറ്റി. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം 18 km/hൽ നിന്ന് 36 km/h ആകുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ത്വരണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 1.
വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ടവർ ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയ്ക്കുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? ആൻസർ ഓപ്ഷൻ ഡി ആണ് F/4. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഖരം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ SI യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം? ആൻസർ ഓപ്ഷൻ എ ആണ് സ്ഥിരമായി നിലകൊള്ളും. കാർബൺ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ് 8ഉം 6ഉം. താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ് അലുമിനിയം. അയൺ, കോപ്പർ, നിക്കൽ ഇതെല്ലാം സംക്രമലോഹങ്ങളാണ്. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 99.6 ഡിഗ്രി സെൽഷ്യസ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കോപ്പർ. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കോപ്പർ. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 0.9%. താഴെ പറയുന്നതിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അഭികാരകത്തിന്റെ നിറം. എന്നാൽ അഭികാരകത്തിന്റെ ഗാഢത, താപനില, പ്രകാശത്തിന്റെ സാന്നിധ്യം ഇതെല്ലാം തന്നെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കുന്നവയാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് DNA പ്രൊഫൈലിംഗ്. മനുഷ്യന്റെ ആദ്യ പാലിൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, അതായത് IgA. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്രാന. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്ലോമികകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ലാക്റ്റിയലുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ടെൻഡൻ. താഴെ തന്നിരിക്കുന്നതിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പെൻസീലിയം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് നോവാവാക്സ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കണ്ടൽ ദിനമായി ആചരിക്കുന്നു. അടുത്തത് മാത്സ് ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളാണ്. 2⁵3 × 5⁴ വില എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 5000. 4/20 + 8/200 + 32/2000 ഇതിന് തുല്യമായ ദശാംശ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 0.256. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 6 ദിവസം. താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 0.25. സംഖ്യാരേഖയിലെ 3/5 4/5 ഇടയിൽ വരാത്ത ഭിന്നകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3/7. രണ്ട് സംഖ്യകളുടെ ഉസാഖ 16, അവയുടെ ലസാഗു 192. ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 48. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്
0.101 ഇൻറ്റു 0.01. 1 അധികം 2 അധികം 3 അധികം ഡാഷ് അധികം 50 1275 എങ്കിൽ 3 അധികം 6 അധികം 9 അധികം ഡാഷ് അധികം 150 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 3825. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്രയായിരിക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ് 4000. ഒരു ക്ലോക്കിലെ സമയം 8:30 ആണ്. അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 75 ഡിഗ്രി. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 2. രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5 അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 3. അടുത്ത 58ാമത്തെ ചോദ്യം ലഘൂകരിക്കാനാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 13. സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 2010. 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 9%. താഴെ പറയുന്നതിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നോക്കാം. വികാസം അനുസ്യൂതമാണ്. ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. വികാസം പരിപക്വത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പ്രാഗ്മനോ വ്യാപാര ഘട്ടം. താഴെ പറയുന്നതിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. എന്നാൽ ഉദാഹരണമായി വരുന്നവയാണ് റോഷ മഷിയൊപ്പ് പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ. എറിക്സണിന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്തമനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അതുപോലെ തന്നെ അപഹർഷത. താഴെ തന്നിട്ടുള്ളതിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം. ഗോർഡൻ വില്ലാർഡ് ആർപോർട്ട്. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. യുക്തീകരണത്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. അടുത്ത് താതാത്മീകരണം. അതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അടുത്ത് അനുപൂരണത്തിന്റെ ഉദാഹരണമായി വരുന്നത് പഠനത്തിന്റെ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. അടുത്ത് പശ്ചാത്ഗമനം. അതിനുദാഹരണമായി വരുന്നതാണ് സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചുകുഞ്ഞിനെ പോലെ പെരുമാറുന്നു. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചോദക സാമാന്യവൽക്കരണം അല്ലെങ്കിൽ സ്റ്റിമുലസ് ജനറലൈസേഷൻ.
ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രശ്ന പേടകത്തിലെ പൂച്ച അതിന് ചേർന്ന് വരുന്നതാണ് ശ്രമപരാജയ പഠന രീതി. ബോബോ പാവ പരീക്ഷണം അതിൽ വരുന്നത് നിരീക്ഷണ പഠന സിദ്ധാന്തം. സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഹെയ്ൻസ് ഡിലമ അതിൽ ആൻസർ ആയിട്ട് വരുന്നതാണ് സന്മാർഗിക വികാസം. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, എറ്റീൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രതിക്രിയാധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ്. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് ഗാർഡ്നർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നതിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 3ഉമാണ്. വ്യക്തിയാന്തര ബുദ്ധിയും അതുപോലെ തന്നെ ആന്തരിക വൈയക്തിക ബുദ്ധിയും. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആൻഡ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഇത് രണ്ടുമാണ് വരുന്നത്. താഴെ പറയുന്നതിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരീരത്തിന്റെ ഉയരം. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് സ്വാംശീകരണം. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലെങ്കിൽ സാമീപ്യ നിയമം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ZPD അതിൽ വരുന്നത് വൈഗോട്സ്കി. ബ്രിഡ്ജസ് ചാർട്ട് അതിൽ വരുന്നത് കാതറിൻ ബ്രിഡ്ജസ്. ക്രിയാഗവേഷണം സ്റ്റീഫൻ എം കോറി. അഡോളസെന്റ് അഗ്രഷൻ ആൽബർട്ട് ബന്ദുരെ. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതിനോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജി കോംബ്രിസ്. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നതിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയ തലങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് RPWD ആക്ട്. RPWD ആക്ട്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. എന്നാൽ ഉൾപ്പെടുന്നവയാണ് അറിവ് നിർമ്മാണ പ്രക്രിയ, പ്രവർത്തനാധിഷ്ഠിതവും പ്രക്രിയാബന്ധിതവുമായ പഠന തന്ത്രങ്ങൾ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയ രീതി. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കോത്താരി കമ്മീഷൻ. അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം. The price of dash was going up. Answer option C ആണ് coconuts. The price of coconuts was going up. How did the author feel? Answer option B ആണ് elated. Suggest one word for the phrase in high spirits. In high spirits എന്നതിന്റെ phrase ആയിട്ട് വരുന്നതാണ് ഓപ്ഷൻ ഡി joyful. Choose the correct preposition to fill in the blanks. Naina was amazed dash her own strength. Answer option A ആണ് at. Naina was amazed at her own strength. Rajat ran dash into the garden. Answer option C ആണ് out.
Rajat ran out into the garden. An eerie sound floated dash the air. Answer option A ആണ് in. An eerie sound floated in the air. Complete the following sentence choosing correct tense form of the verb. If you are a painter. Answer option C ആണ് you may come in. If you are a painter, you may come in. Whenever he found himself alone. Answer option D ആണ് he drew cats. Whenever he found himself alone, he drew cats. Find out the meaning of the underlined word given below. I didn't want to eavesdrop. Answer option B ആണ് to listen secretly. I could see that he was fidgeting. Answer option D ആണ് behaving nervously and restlessly. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. മലനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇളംകുളം കുഞ്ഞൻപിള്ള. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അധ്യോതാവ്. കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണ കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വള്ളത്തോൾ. കഞ്ചനീർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ഉപമ ഗർഭം. ഒരു അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃക ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സൂക്ഷ്മ നിലവാര ബോധനം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. യാദൃച്ഛികം, വിമിട്ടം ഇത് രണ്ടും ശരിയാണ്. വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വിദ്യ വിനോദിനി. അടുത്ത് 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. അതിന്റെ അലങ്കാരം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് യമകം. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് UP സ്കൂൾ ടീച്ചർ വിഭാഗത്തിലേക്ക് ചോദിച്ചത്. അപ്പോൾ ഇതിലുള്ള GK വരുന്ന ഭാഗങ്ങൾ, ഇംഗ്ലീഷ് ചോദ്യം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക്